ഇപ്പോൾ ഗട്ട് ഹെൽത്ത് ആണ് ഇപ്പോൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. അത് നേരത്തെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് സർവ്വ കാരണം ഉദരമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് പലരും എന്നെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്. ഈ മാനസിക ആരോഗ്യം പിന്നെ ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെയാണ് മാനസികാരോഗ്യം കൊടുക്കാൻ പറ്റുന്നത്? മാനസികാരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ സന്തോഷം. അപ്പം നമ്മൾ പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സർവ്വദോഷങ്ങളെയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദത്തിലൂടെ ഒന്ന് നമുക്ക് ഒരു കൗൺസിലിംഗ് പോലെ പ്ലസ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ചില പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ വ്യക്തമായിട്ട് ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ ഉറക്കത്തിൻ്റെ ശൈലികളെയും അവരുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ എന്ന് വെച്ചാൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ബാഡ് ഹോർമോൺസ് ഉണ്ട്, കോർട്ടിസോളൊക്കെ, അതിനെയൊക്കെ ഒരു രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ചേഞ്ച് അവരുടെ നേച്ചറിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേ പേഷ്യൻസ് നമുക്കുണ്ട്. നമുക്കൊരു പഞ്ചകർമ്മ തെറാപ്പി ഉണ്ട്, ഡീടോക്സ് എന്ന് പറഞ്ഞ്. അതിപ്പം ഡീടോക്സ് എന്ന് പലരും അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. ഡീടോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെ ക്ലെൻസ് ചെയ്യുക. പക്ഷേ നമുക്കത് പക്ക പഞ്ചകർമ്മ രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബാഡ് ഹോർമോൺസും നമ്മുടെ കോർട്ടിസോളും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു റിസർച്ച് സാർ കേട്ട് കാണും, ഗട്ട് ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ വയറാണ് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ. ഇത് ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് റിസർച്ച് കണ്ടുപിടിച്ച് വന്നപ്പോൾ നമുക്ക്, കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടുന്ന ടോയ്ലറ്റിലോട്ട് അല്ലേ. അപ്പോൾ വയറിൻ്റെ ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു കോളനി എന്ന് വെച്ചാൽ നമുക്കൊരു എല്ലാവർക്കും ഒരു ബാക്ടീരിയ ഉണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗട്ട് ഹെൽത്ത്. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ റിസർച്ച് ഇപ്പോൾ റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രെയിനിനെ ചികിത്സിക്കുന്നതിനെക്കാട്ടിയും ആദ്യമേ ചികിത്സിക്കേണ്ടത് ഗട്ടാന്ന് പറയും ഈ മാനസിക സമ്മർദ്ദമുള്ളവർ. അവിടുത്തെ ഒരു ബാലൻസ് എന്ന് വെച്ചാൽ നമുക്ക് ബാക്ടീരിയയുടെ ബാലൻസ് നോർമൽ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ മാനസിക സമ്മർദ്ദം എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കോർട്ടിസോള് അങ്ങനത്തെ ബാഡ് ഹോർമോൺസിനെ എല്ലാം നമുക്കതിലൂടെ മാറ്റി നമുക്ക് ഗുഡ് ഹോർമോൺസ് ബോഡി റിലീസ് ആവും. അപ്പോൾ ഗട്ട് ഹെൽത്ത് ആണ് ഇപ്പോൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. അത് നേരത്തെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് സർവ്വ കാരണം ഉദരമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് പലരും എന്നെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്, അലോപ്പത്തിക്കാർ. പിന്നെ ഗട്ടും ഇതും തമ്മിൽ നമ്മൾ അതുകൊണ്ട് ആയുർവേദത്തിൽ എന്ത് ചികിത്സ ചെയ്താലും നമ്മൾ ആദ്യമേ വയറിന്റെ ചികിത്സ ചെയ്യും എന്ന് വെച്ചാൽ ഒന്ന് ശോധന ചെയ്ത് വയർ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ആദ്യം തൊട്ടേ പ്രൊസീജിയർ. അപ്പൊ അത് പണ്ട് നമ്മുടെ അലോപ്പതി എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ചികിത്സ ചെയ്ത് എന്താ വയർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറുമോ? എന്നാൽ അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ. ഇന്ന് ആ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എല്ലാ ഡോക്ടർമാരും, എല്ലാ വൈദ്യശാസ്ത്രവും അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഗട്ട് ഹെൽത്ത് നോർമൽ ആണെങ്കിൽ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് നോർമൽ ആയിരിക്കും. ഓവറോൾ അയാളുടെ ഹെൽത്ത് നോർമൽ ആണെങ്കിൽ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ അതിലും വീണ്ടും ആയുർവേദം തന്നെയാണ് വരും. നമ്മൾ എന്ത് ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. കറക്റ്റ്. ഈ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പ്രവാസത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യമാംസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ മത്സ്യമാംസങ്ങളുടെ ഉപയോഗവും നമ്മുടെ അസുഖങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? മത്സ്യമാംസങ്ങൾ എതിരല്ല. ആയുർവേദത്തിലും മാംസവും മത്സ്യവും കഴിക്കുന്നതിന് വിരുദ്ധം പറഞ്ഞിട്ടില്ല. പക്ഷെ ചില രോഗങ്ങൾക്ക് വരുമ്പോൾ നമ്മളത് നിർത്തിയേ പറ്റൂ. അല്ലാതെ നമ്മളത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യം, നല്ല പ്രോട്ടീൻ കിട്ടും. നമുക്ക് അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ എന്താ വെച്ചാൽ പ്രതിരോധ ശക്തി കൂടും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്ന, കൂടുതലും അസമയത്തുള്ള ഭക്ഷണ രീതി. ഇവിടെ എന്ന് ചോദിച്ചാൽ പ്രവാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ബുദ്ധിമുട്ട്, ആൾക്കാർ ഓഫീസിൽ നിന്ന് വന്നു രാത്രി 10 മണിക്ക് ശേഷമായിരിക്കും കൂടുതലും ആൾക്കാർ നല്ല രീതി, ചിലർ ബിരിയാണി വരെ കഴിക്കുന്നവരുണ്ട്, രാത്രി പൊറോട്ട, ഇറച്ചി, അങ്ങനെയൊക്കെ വരുമ്പോൾ ദഹനം നമ്മുടെ ബുദ്ധിമുട്ടിലാവുകയും ഈ മത്സ്യമാംസാദികൾ കൂടുതൽ നമുക്ക് ദഹിക്കാൻ ടൈം വേണ്ടിയത് വയറ്റിൽ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആഹാര രീതി രാത്രി കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ മീൻസ് നമ്മുടെ എന്താ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് വരും. പ്രത്യേകിച്ച് പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അങ്ങനെ. അപ്പം മത്സ്യമാംസത്തിന് എതിരല്ല ആയുർവേദം. പക്ഷെ അത് കഴിക്കേണ്ട രീതി, കഴിക്കേണ്ട കാലം, ഏത് കാലത്ത് നമ്മൾ കൂടുതൽ അത് കഴിക്കണം, ഏത് കാലം. ഇപ്പോഴത്തെ ചൂട് കാലത്ത് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, ചൂടായ നമ്മൾ ചിക്കനും മുട്ടയും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ബോഡി നമ്മുടെ ഹീറ്റാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാറ്റേണ്ട ചില രീതികളുണ്ട്. അപ്പോൾ കുറയ്ക്കണം. ആ ടൈമിൽ നമ്മൾ മാംസം കുറച്ച് മത്സ്യങ്ങൾ കഴിക്കാം. അപ്പോൾ ഇതെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർക്ക് ഈസി അവൈലബിലിറ്റിയാണ്.
കാരണം പച്ചക്കറിയെക്കാട്ടിയും കോസ്റ്റ് എഫക്റ്റീവാണ് നോൺ വെജ് ഇവിടെ. അപ്പോൾ ആൾക്കാർ പലരും ഇവിടെ വരുമ്പോൾ പേഷ്യൻറ്റിനോട് ഞാൻ പറയും ഡോക്ടറെ അത് പറ്റത്തില്ല, ചിലരുടെ മെസ്സായിരിക്കും, മെസ്സിൽ വേറെ ഓപ്ഷൻ ഇല്ല, അപ്പം കഴിക്കാം. അപ്പം പക്ഷേ നമ്മൾ ആ ടൈമിംഗ് എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പറയും. അതുകൊണ്ട് ദോഷമായിട്ട് പറയുന്നില്ല, പക്ഷേ അത് കറക്റ്റ് രീതിയിൽ കറക്റ്റ് കാലത്ത് കറക്റ്റ് സമയത്ത് കഴിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പലതരം അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം ആയുർവേദത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ അവരെ കെയർ ചെയ്യാൻ പറ്റുന്നത്? കാരണം അത് ബാലചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ സെപ്പറേറ്റ് ഒരു വിങ് ബാലചികിത്സയ്ക്കുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചാൽ അലർജി, കോൾഡ്, ഈ വിട്ടുമാറാത്ത പനികൾ. കാരണം അവർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ അവരുടെ ഇമ്മ്യൂൺ സെൽസ് അതിനനുസരിച്ച് ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ പല മരുന്നുകളും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേമസ് ആയിട്ട് ചവനപ്രാശമുണ്ട്. പക്ഷെ അത് ഏത് ടൈമിൽ ഏത് ഏജുകാർ കഴിക്കണം, അതിനെപ്പറ്റി ഒരു അഡ്വൈസ് നമ്മൾ കൊടുത്ത് അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ അവരുടെ ഈ രോഗപ്രതിരോധ ശക്തി നമുക്ക് നല്ലതായിട്ട് വർദ്ധിപ്പിക്കാനും പല രോഗങ്ങളിൽ നിന്ന് അവരെ ഇതിന്ന് പിടിപ്പിക്കാനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പക്ഷെ അത് കഴിക്കേണ്ട ഒരു പ്രായമുണ്ട്. നമ്മൾ 5 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് അത് അഡ്വൈസ് ചെയ്യൂ. അതിൻ്റെ രീതിയുണ്ട്, എത്ര ഗ്രാം കഴിക്കണം. ഇത് ചിലർ അമ്മമാരും അച്ഛന്മാരും ഓരോരോ സ്പൂൺ വെച്ച് കൊടുക്കുക, അപ്പോൾ അത് ദഹനത്തിന് ഇഷ്യൂ ആക്കും. അത് പിന്നെ നമ്മുടെ ഡിവേം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേംസിനുണ്ട്, അത് വീണ്ടും അവരുടെയും വയറ്റിലുണ്ടാകുന്ന ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ ചോക്ലേറ്റ്സും അതും ഇതും എല്ലാം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ കൃമിശല്യങ്ങൾ. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് എന്ന് വെച്ചാൽ നമുക്ക് മരുന്നുകൾ ആയുർവേദത്തിൽ പച്ചമരുന്നുകളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ അവരുടെ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പലതരം ആയുർവേദ ഔഷധങ്ങളും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും അവർക്കും നമ്മളെപ്പോഴും ഒരു ഡയറ്റ് അഡ്വൈസ് കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചോക്ലേറ്റും ഇത് ഇല്ലാതെ, എന്നാൽ പോലും അവർക്ക് നമ്മൾ ഇടയ്ക്ക് എങ്ങനെ ഡിവോം ചെയ്യാം എന്ന് വെച്ചാൽ കൃമി ശോധനയൊക്കെ നമ്മൾ ചെയ്ത് അവർക്ക് രോഗപ്രതിരോധ ശക്തിക്ക് ഇപ്പം പറഞ്ഞ പോലെ പല ലേഹ്യങ്ങളും പല മരുന്നുകളും ഉണ്ട്. പക്ഷെ അതെല്ലാം എപ്പോഴും ഞാൻ പറയുന്ന അവിടെയും നമ്മളെ അലോപ്പതിക്കാർ കുറ്റപ്പെടുത്തുന്നത് വെച്ചാൽ ഈ ഓവർ ദ കൗണ്ടർ പോയി പല പാരൻസും അരിഷ്ടങ്ങളൊക്കെ മേടിക്കും. കുട്ടികൾക്കൊക്കെ അരിഷ്ടം കൊടുക്കുമ്പോൾ അരിഷ്ടം എല്ലാം നമ്മളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസിൽ ഇത്രയും ഒരു കറക്റ്റ് കാലത്തിലേ കൊടുക്കാവുള്ളൂ. അത് ലോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഡാമേജ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത്, എവിടെ ടോക്കിന് പോയാലും അമ്മമാരോടൊക്കെ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ഡോക്ടറെ കാണിച്ച് കുഞ്ഞിൻ്റെ പ്രായവും വെയിറ്റും അനുസരിച്ച് നമ്മൾ അവർ പറയുന്ന അഡ്വൈസ് അനുസരിച്ച് അരിഷ്ടങ്ങളോ കാര്യങ്ങളോ കഴിക്കാവുള്ളൂ. അല്ലാതെ ഓവർ ദ കൗണ്ടറിൽ പോയി ചിലർ കണ്ടിന്യൂസ് അരിഷ്ടങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, അത് കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ഡാമേജ് ബാധിക്കും. അപ്പം ഈ കുട്ടികളുടെ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇവിടെ വന്നാൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടല്ലോ? അതെ, നമുക്കിപ്പം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ വർഷമായി, ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരു 7-8 വർഷമായിട്ട് എല്ലാ ഇൻഷുറൻസുകളും ആയുർവേദ കവറേജ് ഉണ്ട്. അത് എല്ലാ ക്ലിനിക്സിലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ റീഎംബേഴ്സ്മെന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ അത് കവർ ചെയ്ത് കിട്ടും. അവർ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും ഇൻഷുറൻസ് കമ്പനി അത് ക്ലെയിം ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം മെയിൻലി നമ്മുടെ ആയുഷ് മിനിസ്ട്രി ഒക്കെ വന്നതിന് ശേഷം അത് ഈ പ്രചാരത്തിലായപ്പം എല്ലാ രാജ്യങ്ങളും ഈ ആയുർവേദത്തിന് അത് ഇൻഷുറൻസിന്റെ അണ്ടറിൽ ആക്കിയിട്ടുണ്ട്, കവറേജ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പ്രസവ സുരക്ഷ അത് എങ്ങനെയാണ്? പ്രസവ സുരക്ഷ ഒരു വലിയൊരു സയൻസാണ്. നമ്മളിവിടെ അതിനായി നമുക്ക് ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്. ആൾക്കാർ പലരും ഇവിടെ പ്രവാസികൾ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാണ്. കാരണം പലരുടെയും പാരൻസ് നാട്ടിലായിരിക്കും. പ്രസവത്തിന് ശേഷം അമ്മയുടെ പരിചരണവും കുഞ്ഞിൻ്റെ പരിചരണവും അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു ടീം തന്നെ ഉണ്ട്. അതൊരു 21 ദിവസത്തെ ഒരു കോഴ്സായിട്ട് അമ്മയും കുഞ്ഞിൻ്റെയും കുളിയും അവർ കഴിക്കേണ്ട ഡയറ്റ് അഡ്വൈസും പല ആയുർവേദ ഔഷധങ്ങളും വെച്ചുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് 21 ഡേയ്സോളം നമ്മൾ അതിൻ്റെ ഒരു തെറാപ്പി കൊടുക്കും. അതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഈ നടുവേദനയുടെ ബുദ്ധിമുട്ട്, വയറിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ ആഫ്റ്റർ ഡെലിവറി, ഇതെല്ലാം നമുക്ക് നോർമലൈസ് ചെയ്യാനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിന് നല്ല ഗ്രോത്ത് ഹോർമോൺസ് എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ അത് വലിയ ഫലപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായം. അത് നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ അഡ്വൈസ് ചെയ്യാറുമുണ്ട്. ഇത് ശരിക്കും പ്രസവം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം ചെയ്യുന്നത്? സാധാരണ സെഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 15 ദിവസം കഴിഞ്ഞ് എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് പോയി വിസിറ്റ് ചെയ്ത് സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ ഗൈനക്കിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സാധാരണ 2 ആഴ്ച കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നോർമൽ ആണെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7 ഡേയ്സ് മതിയാ. ഓക്കെ.
അപ്പം ഒരു പക്ഷേ ചില ഇത് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് സ്റ്റാർട്ടിങ് ഒരു ഡെലിവറി കഴിഞ്ഞൊരു 3-4 മാസം കഴിയുമ്പോഴൊക്കെയായിരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം വരുന്നത്. അപ്പം അതിന് എങ്ങനെയാണ് അതിലോട്ട് ഇത്? അതിലും നമ്മൾ പറയുന്ന ദോഷമില്ല. കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പലരും ചിലപ്പം മോസ്റ്റ്ലി നമ്മുടെ മലയാളികൾക്ക് ഇതിനെപ്പറ്റി നല്ലതായിട്ട് അറിയാം. ചില വേറെ നോർത്തും സൗത്തിലുള്ള ചിലർക്ക് ഇതിനെപ്പറ്റി, അപ്പോൾ അവർ അത് പറഞ്ഞു കേട്ട് വരുമ്പോൾ ലേറ്റ് ആവും. പക്ഷെ എന്നാലും നമ്മളത് ചെയ്യുന്നതുകൊണ്ട് അവരുടെ മെയിൻലി പ്രശ്നം നമ്മൾ പറഞ്ഞിട്ട് ഈ ബാക്ക് പെയിന്, എല്ലുകൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം, മസിൽസിന് ഉണ്ടാകുന്ന ക്ഷീണം ഒക്കെ നമുക്ക് അതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ ഫലപ്രദമായ ചികിത്സ എന്ന് ഞാൻ പറയും അതിന്. കാരണം അത് പലരും ചെയ്തിട്ട് 4 മാസം 5 മാസം കഴിഞ്ഞ് ചെയ്തിട്ട് പോലും അവർക്ക് ബാക്ക് പെയിനൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ വയറിനുണ്ടാകുന്ന ഈ വയറ് ചാടുക, ആ വയറൊക്കെ അതെ അതെ, കാരണം പറഞ്ഞാൽ ഈ പ്രസവം കഴിഞ്ഞാൽ അതുവരെ സ്ലിം ബ്യൂട്ടി കൺസെപ്റ്റിൽ നടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളി കൺസെപ്റ്റിലാണ് ഒരുപാട് വയറൊക്കെ ചാടി. പിന്നെ അത് അവരങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോട്ടെ, അവരുടെ സൗന്ദര്യമാണല്ലോ, സൗന്ദര്യത്തെ ബാധിച്ചിട്ട് പിന്നെ മാർഗമില്ല അങ്ങനെ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ ഇപ്പം വയറിന്റെ ഈ ഫാറ്റ്സ് എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന ഈ ആഫ്റ്റർ പ്രസവം ആകുമ്പോൾ മസിൽസ് ലൂസ് ആവുന്നതുകൊണ്ട് അതിനെ ടൈറ്റൻ ചെയ്യാനുള്ള നമ്മുടെ ഈ ആയുർവേദ എണ്ണകൾ വെച്ചുള്ള ട്രീറ്റ്മെന്റും പൊടി വെച്ചുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. അത് നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മസിൽസ് ടൈറ്റ് ചെയ്യാം. പിന്നെ അവരുടെ ഡയറ്റ് പ്ലാനും കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ അത് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീണ്ടും അതേ പഴയ പ്രകൃതിയിൽ അത് വരും. അത് ദൈവമായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മളത് വിട്ട് കളയുമ്പോഴാണ് അത് അതുപോലെ ബോഡി ആയിപ്പോകുന്നത്. പല ലേഡീസും ഇവിടെ 3 പേര് പ്രസവിച്ചവർ 4 പ്രസവിച്ചവർ പോലും നല്ല നോർമലായിട്ടിരിക്കുന്ന കാരണം അവരുടെ ഒരു കോൺഫിഡൻസും ഇത് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ആയുർവേദ ചികിത്സയെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. 7 ദിവസത്തെ എന്താണ് ചികിത്സ, 21 days, പിന്നെ 3 days ക്യാപ്സ്യൂൾ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം. ഡീറ്റെയിൽ ഇത് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഒരാളുടെ പ്രകൃതിയും രോഗത്തിന്റെ അവസ്ഥയും വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ 7 അല്ല, നമ്മൾ തുടങ്ങുമ്പോൾ നാട്ടിലൊക്കെ നമ്മളായിരുന്നപ്പോൾ തൊട്ട് 14 ദിവസത്തെ ഒരു ചികിത്സ പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ആൾക്കാരുടെ തിരക്കും ആൾക്കാർക്ക് ഇത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് 7 ദിവസം തൊട്ട് ആക്കിയെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു 14 ദിവസം 28 ദിവസം അങ്ങനെയാണ് ആ ചികിത്സയുടെ ഒരു പാക്കേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ചികിത്സ അത്രയും ടൈം വേണം നമുക്ക്. കാരണം ബോഡി ആദ്യമേ ഒന്ന് ഡീടോക്സ് ചെയ്ത് എന്ന് വെച്ചാൽ ബോഡിയെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള നമ്മളിപ്പം പറഞ്ഞതിൻ്റെ തൊട്ട് എന്ത് കിഴി യൂസ് ചെയ്യണം, ഇലക്കിഴി, പൊടിക്കിഴി, അങ്ങനെ ജാമ്പീരക്കിഴി, പലതരം കിഴികളുണ്ട് ആയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്. അതുപോലെ നമ്മൾ എന്തെണ്ണ യൂസ് ചെയ്യണം, ചിലപ്പം ധാര വേണ്ടി വരും, ചിലപ്പോൾ നടുവേനുള്ളവർ അതിന് കട്ടിവസ്തി, അങ്ങനെ പല ചികിത്സകളുണ്ട്. പിന്നെ നമുക്ക് എനിമ പോലെയുള്ള മെഡിക്കേറ്റഡ് എനിമ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ് വാത ചികിത്സയിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമുക്കൊരു എപ്പോഴും ഒരു 14 ദിവസമാണ് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈം. ആ 14 ദിവസം അങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ല വ്യത്യാസം, ഞാൻ പറയുന്ന ഒരു 100 റിസൾട്ട് കിട്ടുന്ന ഒരു വ്യത്യാസം നമുക്ക് കിട്ടും. 7 ദിവസം കൊണ്ടും ചെയ്യാം. പക്ഷെ അത് അത്രയും ഒരു മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ 7 ദിവസം മതിയാവും. പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ 14 അല്ലെങ്കിൽ 28 ദിവസത്തെ ഒരു ചികിത്സയെങ്കിലും മിനിമം നമ്മൾ ചെയ്യണം. ഞാൻ ഈ ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് ഇങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഫസ്റ്റിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് അഡ്വൈസ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഇനി ഇവിടേക്ക് അപ്പം സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇവിടേക്ക് വരാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ഏതാണ്? ഇപ്പോൾ ഷാർജ എന്ന് പറയുമ്പോൾ ഇത് ഷാർജയുടെ ഏത് ഭാഗത്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഓഫ് ഷാർജ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ക്ലോക്ക് ടവർ ഷാർജ വളരെ ഫേമസ് ആണ്, പഴയ ഒരു ലാൻഡ്മാർക്കാണ്. അതുപോലെ NMC റോയൽ ഹോസ്പിറ്റൽ, ഇത് രണ്ടും ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ്. ഇത് ഷാർജയുടെ ഹാർട്ട് ഭാഗം എന്ന് പറയാം, ക്ലോക്ക് ടവർ ഷാർജ. സോ ഈസി ആയിട്ട് അവർക്ക് എവിടുന്നും എത്തിപ്പെടാൻ പറ്റും. അജ്മാൻ ആയാലും ദുബായ് ആയാലും റാസൽ ഖൈമയിൽ പോലും നമുക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ തന്നെയാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം അത് ഈസി ആയിട്ട് അക്സസിബിൾ ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഏതായാലും ഈ ഡെൽമ ആയുർവേദിക് സെന്ററിന് ഒരുപാട് ആശംസകൾ. കൂടുതൽ എന്താണ് വളരട്ടെ, നമ്മുടെ കൂടുതൽ സെന്ററുകൾ വരട്ടെ. അപ്പോൾ ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. ഇത് ഫസ്റ്റ് നമ്മുടെ ഇതാണ്. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും ഇരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.